ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 7.5 ശനിദോഷം വിട്ടുമാറുന്ന 3 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ്. 7.5 ശനിദോഷം വിട്ടുമാറുന്നത് ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പോൾ ശനി മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മീനം രാശിയിൽ തന്നെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുന്നു. ശനി എപ്പോഴും നേർരേഖയിൽ തന്നെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ആ ഗ്രഹം എപ്പോഴാണോ വക്രത്തിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കുന്നത്, ആ കാലം, ആ സമയം ആ ശനിദോഷങ്ങളിൽ നിന്ന് മുക്തരാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 3 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർ ശക്തമായ 7.5 ശനിദോഷത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ജൂലൈ 27 ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമെന്ന് ഒറ്റ വാക്കിൽ പറയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾക്കിപ്പോൾ ജാതകപ്രകാരം ശനി മഹാദശ നടക്കുന്നവരാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ, ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഉത്തമമാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അറിയുവാനും ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നല്ലൊരു ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള ഈശ്വരാനുഗ്രഹവും വന്നു ചേരും. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് 7.5 ശനി ദോഷം വിട്ടുമാറുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് 7.5 ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 7.5 ശനിയിൽ ശനി ആദ്യഘട്ട 12ാം ഭാവമായ വ്യയസ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഈ ഒരു സമയം ആരംഭിച്ചത് മുതൽ മേടം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവത്തിലുണ്ട്. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവാണ് പലരെയും സംബന്ധിച്ച്. വളരെ പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതുമൂലമുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ, അലച്ചിലുകൾ, ഇതൊക്കെ ഈ ഒരു 7.5 ശനിയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് വ്യയങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അനുഭവത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ചിലവുകൾ, അത് അവരവർക്കാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള സ്വന്തം ബന്ധങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെയായിട്ട് പണം ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം. ജോലി ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും അതിലൊക്കെ ഒരുപാട് അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പലതരത്തിലും ഈ ഒരു 7.5 ശനി ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ്. ഒരു ഭൂമിയുടെ ക്രയവിക്രയങ്ങളുമായിട്ടൊക്കെ മുന്നിട്ടിറങ്ങുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചാൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥ, അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ 7.5 ശനിയുടെ തുടക്കം തന്നെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. എടുത്തു പറയേണ്ടത് ആരോഗ്യപരമായിട്ട് പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെയാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടം ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സമയമാണ്. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിന് ആ ഒരു പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. നിങ്ങളുടെ കൈകളിൽ വരുന്ന പണം, ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിനിയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അനാവശ്യ ചിലവുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും. മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശം വരെ നടത്തുവാൻ യോഗമുള്ള ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു 7.5 ശനി ആരംഭിച്ച കാലം മുതൽ ഒരു ലാഭം എന്ന വാക്ക് മേടം രാശിക്കാർ കേട്ട് കാണില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, ആ ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ഗുണപ്രദമായ തരത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് മേടം രാശിക്കാർ. പലർക്കും 7.5 ശനി തുടങ്ങിയ സമയം മുതൽ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയോ, അല്ലെങ്കിൽ ജോലിയിൽ തീരെ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ, എത്ര നല്ല രീതിയിൽ നമ്മൾ ഒരു ജോലി ചെയ്താലും അതിൽ നമുക്ക് പ്രതീക്ഷിക്കുന്നൊരു ഗുണഫലം ലഭിക്കാത്ത അവസ്ഥയൊക്കെ പലർക്കും ഉണ്ടായിരുന്നു. മേലധികാരികളിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സഹപ്രവർത്തകരിൽ നിന്നുള്ള ബുദ്ധിമുട്ടും ഒക്കെ മേടം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചു വന്നതാണ്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ജോലി അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു ജോലി ലഭിക്കുന്ന സമയം. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച ഈ ഒരു സമയത്ത് വന്നു ചേരും.
അനാവശ്യ സമ്മർദ്ദങ്ങളും ശത്രുതാപരമായ പെരുമാറ്റങ്ങളുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറി നല്ല രീതിയിൽ കർമ്മ മേഖലയുമായി മുന്നോട്ട് പോകാം. ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി ആ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ധനലാഭം ലഭിക്കുന്ന സമയം. ബിസിനസ്സിലുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറുകയും ചെയ്യും. മേടം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അവസ്ഥ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കത് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. പൊതുവെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് വിട്ടുമാറും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസങ്ങൾ, തടസ്സങ്ങളും ഒക്കെ വിട്ടുമാറി മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ 7.5 ശനി ദോഷം ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ അത് വിട്ടുമാറും. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. വളരെ നല്ല മാറ്റങ്ങളാണ് മേടം രാശിയിൽപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച്. അത് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചയും നന്മയും, ആഗ്രഹിക്കുന്ന വിദേശ പഠനവും ഉപരിപഠനവും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇനി ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുകയാണ്. നിങ്ങൾക്ക് 7.5 ശനിയിൽ ഇപ്പോൾ ശനി അതിൻ്റെ അവസാന പാദശനിയായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് ശനി വിട്ടുമാറാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലുള്ള ശനിയുടെ വക്രഗതി നിങ്ങളെ സംബന്ധിച്ച് 7.5 ശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്ക് നൽകുക. കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള 6-7 വർഷക്കാലമായിട്ടെന്ന് തന്നെ പറയാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും അനുഭവിച്ചിട്ടുള്ളത്. നമുക്ക് കുംഭം രാശിക്കാരൊക്കെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 7.5 ശനിയുടെ കാഠിന്യം കൊണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. അതുപോലെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വളരെ ഉയർന്ന നിലയിൽ നിന്ന് ഏറ്റവും താഴേക്ക് പതിച്ചൊരവസ്ഥയും, ഒരുപാട് പാഴ്ചിലവുകൾ, ഒരുപാട് കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ സ്വന്തം ബന്ധങ്ങളിൽ നിന്നുണ്ടായ അവഗണനകൾ, നമ്മൾ ഏറെക്കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പലരും നമ്മൾ ഉപേക്ഷിച്ച ഒരു സാഹചര്യം, അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോയൊരവസ്ഥ, വിശ്വസിച്ചവർ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ചതി, വഞ്ചന തുടങ്ങിയ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏറെക്കുറെ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കടന്നു വന്നവരാണ് കുംഭം രാശിക്കാർ. ചിലരെ സംബന്ധിച്ച് ജീവിതം ഈ ഒരു 7.5 ശനി കാലഘട്ടത്തെ അവസാനിപ്പിച്ചാലോ എന്നുവരെ ചിന്തിച്ചവരുമുണ്ട്. അത് കുറവല്ല. അത്രമേൽ ബുദ്ധിമുട്ടുകൾ, ദുഃഖ ദുരിതങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ വേർപിരിവുകൾ, വിവാഹമോചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവത്തിലുള്ളതാണ്. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു നല്ല കാലത്തിൻ്റെ ആരംഭം എന്ന് തന്നെ നമുക്ക് പറയാം. 7.5 ശനി പൂർണ്ണമായി വിട്ടുമാറിയാൽ എങ്ങനെയാണോ ഗുണഫലം ലഭിക്കുക, ആ രീതിയിലുള്ള ഒരു ഫലമായിരിക്കും ഇനി മുതൽ മുന്നോട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർത്തിയാക്കുവാൻ സാധിക്കും. ഒരു 10% നിങ്ങൾ പരിശ്രമിച്ചാൽ 100% ഫലം ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഈ ഒരു ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടമെന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. അതെന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായ മാറ്റമുണ്ടാകും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ ലഭിക്കും. ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. ജീവിത മുന്നേറ്റത്തിൻ്റെ, വിജയത്തിൻ്റെ കാലഘട്ടമാണ്. നല്ല ജോലി ലഭിക്കുന്ന സമയം, ചെയ്തുകൊണ്ടിരുന്ന കർമ്മത്തിൽ, ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മുന്നേറ്റം, വിജയങ്ങൾ, അതുപോലെയുള്ള ഉയർന്ന നല്ല നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു സാമ്പത്തിക ഉയർച്ച, ധനവരവ് വന്നു ചേരും. കടബാധ്യതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു മുക്തി, ഒരു മോചനം ലഭിക്കുന്ന സമയമാണ്.
നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള സഹായങ്ങളുണ്ടാകും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളെ അവഗണിച്ചവരുടെ മുൻപിൽ വളരെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം, സാമ്പത്തിക പുരോഗതിയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. കുംഭം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും സാധ്യതയുള്ളൊരു സമയമാണ്. ഉപരിപഠനം, വിദേശത്ത് പോയി പഠിക്കുവാനുള്ള യോഗം, വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയം, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരും. പുതിയതായി പല തൊഴിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്ന സമയം, സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനും ഉള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ ഒരു ശനിയുടെ വക്രഗതി കാലഘട്ടം നിങ്ങൾക്ക് നൽകും. ഇത്രയും കാലം നേരിട്ടിരുന്ന അലച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഒരു നല്ല മാറ്റം ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സാധിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു പരിഹാരമാണ്, ഒരു നല്ല മാറ്റമാണ് ഈ ഒരു ശനിയുടെ വക്രഗതി, 7.5 ശനി വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. പല കാര്യകാരണങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന ദമ്പതികൾക്ക് നിങ്ങളുടെ വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ച് ആ ബന്ധം നല്ല ദൃഢതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആ ബന്ധത്തിൽ തന്നെ ഒരു ദൃഢത കൈവരുന്ന ഒരു സമയം. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു സമാധാനം, സുഖം, സന്തോഷം, പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന കാലതാമസങ്ങൾ, പരിശ്രമങ്ങൾ വിട്ടുമാറി അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ സമയം. പ്രത്യേകിച്ചും സഹോദരങ്ങളുമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങൾ, അകൽച്ചകളൊക്കെ നിലനിന്നിരുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയും നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുമൊക്കെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. സ്വന്തം ബന്ധങ്ങളുമായി കൂടിച്ചേരുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് 7.5 ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാലഘട്ടമാണ് ജന്മശനി എന്ന് പറയുന്നത്. ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം. ആ ഒരു ജന്മശനിയിൽ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് പല മീനം രാശിക്കാരും. ഈ ജന്മശനിയുടെ ദോഷം, 7.5 ശനിയിലെ ജന്മശനിയുടെ ദോഷം അനുഭവത്തിൽ ലഭിക്കാത്ത മീനം രാശിക്കാരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരവരുടെ ജനന ജാതകപ്രകാരം ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി അത്രമേൽ ശുഭനായ, ബലവാനായ ഒരു ഗ്രഹത്തിൻ്റെ, ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ് ജന്മശനി നൽകുന്നത്. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശിരസിൽ, തലയിൽ നമുക്ക് താങ്ങാവുന്നതിലും അധികം ഭാരം എടുത്തു വെച്ചാൽ നമ്മുടെ പാദത്തിന് മുന്നോട്ട് ചലിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് പലരുടെയും അവസ്ഥ. ജീവിതം ഇനി മുന്നോട്ടൊരു അടിപോലും വയ്ക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ നിശ്ചലമായി ഇരിക്കുന്ന അവസ്ഥയിലാണ് പലരും. അത്രമേൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ ജീവിതത്തിൽ പലതരത്തിലുള്ള വെല്ലുവിളികളിൽ കൂടെയാണ് മീനം രാശിയിൽപ്പെട്ട പല സ്ത്രീ പുരുഷന്മാരും ഈ ഒരു സമയം കടന്നു പോകുന്നത്. പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചിലർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, സാമ്പത്തികം വളരെയധികം ഇല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരും, കടബാധ്യതകൾ അത്രമേൽ കൂടുതലുള്ളവർ, വീട് ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന മീനം രാശിയിൽപ്പെട്ട പലരുമുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സർജറികൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോകുന്നവർ, ദാമ്പത്യ കുടുംബജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വിവാഹം കഴിഞ്ഞ് വിരലിലെണ്ണാവുന്ന മാസങ്ങൾ അത്ര മാത്രമേ ആയിട്ടുള്ളൂ ചില ദാമ്പത്യത്തിൽ. അവരുടെ ജീവിതത്തിലൊക്കെ ഒരു വേർപിരിവുകൾ, ചിലർ വിവാഹ മോചനത്തിൻ്റെ കോടതിയുടെ വരാന്തയിൽ വരെ എത്തി നിൽക്കുന്ന അനുഭവമൊക്കെ പലരെയും സംബന്ധിച്ച് കുറച്ച് നാളുകളായിട്ട് അനുഭവത്തിലുണ്ട്. ജന്മശനി അത്രത്തോളം മീനം രാശിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. അത് ആരോഗ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും കർമ്മസംബന്ധമായിട്ടും സ്വന്തം ബന്ധങ്ങളിടയിലുമൊക്കെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ 27 മുതൽ ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറും എന്നുള്ളതാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ആ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള
പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ആ ശരീരത്തിന് പൂർണ്ണ ഒരു ആരോഗ്യം വീണ്ടും കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ വിട്ടുമാറും. ആ സാമ്പത്തിക പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള പലതരത്തിലുള്ള വഴികൾ, അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ, ചില ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളിലേക്ക് ധനസഹായം ഉണ്ടാകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ, കർമ്മത്തിൽ ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു ഉയർച്ച, മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല കാര്യകാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ധൈര്യമായി ശ്രമിച്ചോളൂ. ജൂലൈ 27 മുതൽ നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് നല്ല ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു സമയത്തൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു നല്ല സമയം ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ, ശനി വക്രത്തിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ജോലി, സാമ്പത്തിക സ്ഥിതി, സ്വന്തം ബന്ധങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ച, ഇതൊക്കെ വിട്ടുമാറുക, ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജന്മശനി രൂപത്തിൽ ശനി നൽകിയിരുന്ന ദോഷഫലങ്ങൾ ശനി തന്നെ തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ സാധ്യമല്ല, അത്രമേൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കൂടെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ ഇതോടുകൂടി വിട്ടുമാറി ഒരു പുതിയ അധ്യായം, ജീവിതത്തിലൊരു പുതിയ വെളിച്ചം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള നല്ല മാർഗങ്ങളും അവസരങ്ങളുമൊക്കെ മുന്നിൽ വന്നു ചേർന്ന് ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ച ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. മീനം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളിലും നിന്ന് നേരിട്ടിരുന്ന പലതരത്തിലുള്ള അപവാദപരമായിട്ടുള്ള സംസാരങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ മനപ്രയാസങ്ങളോ ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുമെന്നുള്ളതാണ്. പ്രധാനമായും മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഓരോ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അതെന്ത് തന്നെയാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ജീവിത വിജയം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ നല്ല മുന്നേറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം. നിങ്ങൾ തന്നെ അതിശയിക്കുന്ന തരത്തിൽ ഒരു നല്ല മാറ്റമായിരിക്കും ഈ ഒരു സമയത്ത് ലഭിക്കുക. അത് ആദ്യം പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ജോലിയിലും ആരോഗ്യത്തിലും സാമ്പത്തിക സ്ഥിതിയിലും ബന്ധങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഗുണഫലം അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കിറങ്ങിത്തിരിച്ച് അത് പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് ഈ കാലഘട്ടങ്ങളിൽ പൂർത്തീകരിക്കുവാനും സാധിക്കും. ഇനി മുന്നോട്ടുള്ള ഓരോ വ്യക്തികളുടെയും സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.